മീൻ കറി. ഇതെനിക്ക് വലിയ ടാസ്ക് ആയിരുന്നു മുൻപ്. ഇപ്പം ഇല്ല കേട്ടോ. ആദ്യം ഞാൻ കറി വെക്കുമ്പോഴൊക്കെ അത് ഫ്ലോപ്പാകുമായിരുന്നു. ഒരു ദിവസം ശ്രീയേട്ടൻ എന്നോട് പറഞ്ഞു, എടി നീ മീൻ കറി വെക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ നിൻ്റെ കറി ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ ഇതിനിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് ഞാനും അങ്ങനെ ഉള്ള യൂട്യൂബും അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ അറിവും ചേർത്ത് മീൻ കറി കഴിച്ചു. മുമ്പ് ഞാൻ മീൻ കറി കഴിക്കില്ലായിരുന്നു, ഇപ്പം കഴിക്കും കേട്ടോ. ഞാൻ നല്ല മീൻ കറി വെച്ച് തുടങ്ങി. ഇപ്പം അത്യാവശ്യം തെറ്റില്ലാത്ത രീതിക്ക് ഞാൻ മീൻ കറി വെക്കും കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇത് മങ്കട എന്ന് പറഞ്ഞ മീനാണ്. എൻ്റെ നാട്ടിൽ മങ്കട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. എൻ്റെ നാട്ടിൽ ഈ മീനിന് എന്താ പേര് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ അത്ര അങ്ങ് മീനിനെയൊന്നും പണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പേരൊന്നും വലിയ പിടുത്തമില്ല. മൺചട്ടിക്കകത്താണ് മീൻ കറി വെക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പം കടുക് പൊട്ടിക്കുന്നു, ഇച്ചിരി ഉലുവയിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇച്ചിരി കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കുന്നു. ഇളക്കി കഴിഞ്ഞ് അതിൻ്റെ ഒരു പച്ചക്കുത്തും ഇതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി മുളക് പൊടി, ഞാൻ മുളക് പൊടി അങ്ങനെയല്ല ഇട്ടത്, ചിലപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ വെള്ളം നനച്ച് വെക്കും മുളക് പൊടി. എന്നിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, സൂപ്പറായിട്ട് കിട്ടും. പിന്നെ മറ്റേതിനകത്തോട്ട് എക്സ്പേർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ചിലപ്പോൾ അങ്ങനെ വെക്കും, ചിലപ്പോഴെങ്ങാനും മൂത്ത് പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു പേടിയില്ല. അപ്പോൾ നല്ലതുപോലെ അത് ഇളക്കി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയം വരെ അത് നല്ലതുപോലെ ഇളക്കി എടുത്ത് പിന്നെ കുടംപുളി കുതിർക്കാൻ വെച്ചായിരുന്നു, കഴുകി കുതിർത്ത് വെള്ളത്തിനകത്ത് അതും കുടംപുളിയും വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിടുന്നത് കേട്ടോ. അതെന്താ എനിക്ക് കാരണം എന്നൊന്നും അറിയില്ല, ഞാൻ അങ്ങനെയൊക്കെ കണ്ടേക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ അങ്ങോട്ട് ചെയ്യും. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ചേർത്തിട്ട് പിന്നെ മീൻ കൂടെ ഇടും. മീൻ അതിലത്തോട്ട് ഇട്ട് വേവിച്ചെടുക്കും. അത്രയേ ഉള്ളൂ, സിമ്പിൾ മീൻ കറി റെഡിയായി. ഇതിനെയായിരുന്നു ഞാൻ പെടാപ്പാട് പെട്ടായിരുന്നത്. എങ്ങനെ വെച്ചാലും അങ്ങ് നന്നാവില്ലായിരുന്നു കേട്ടോ. എന്തെന്നറിയില്ല, എനിക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം മീൻ കറിയൊക്കെ കൂട്ടും കേട്ടോ. പിന്നെ മീൻ വറക്കുമായിരുന്നു, പണ്ട് മീൻ വറക്കുമായിരുന്നു. മീൻ കഴുകാനും എനിക്ക് വൃത്തിയാക്കാനൊക്കെ ഇച്ചിരി മടിയാണ് കേട്ടോ. അതെനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അധികം മീനുകൾ അത്ര പരിചയമില്ല എന്ന് വെച്ചാൽ അന്ന് അത്രയ്ക്ക് എനിക്ക് മീനൊന്നും ഇഷ്ടമില്ലായിരുന്നു. മീനിൻ്റെ ഭാഗത്തോട്ട് ഞാൻ നോക്കില്ലായിരുന്നു വീട്ടിലായിരുന്ന സമയത്തൊക്കെ. എനിക്കറിയാവുന്ന മീൻ മത്തി, പുതിയാപ്പിളക്കോര മീൻസ് ഇവിടെ കിളിമീൻ എന്ന് പറയും. പിന്നെ വത്തൽ, ഇവിടെ ചൂട എന്ന് പറയും. പിന്നെ അയല, കൂന്തൽ, നെയ്മീൻ. പിന്നെ എൻ്റെ ഫേവററ്റ്, ആകെ ഞാൻ ഏറ്റവും കഴിക്കുന്ന മീൻ മാന്തളാണ് കേട്ടോ. പച്ചയ്ക്ക് വറുത്ത് പച്ചമാന്തളും ഉണക്കമാന്തളും. പച്ചമാന്തളാന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ പൊതുവേ ഒട്ടുമിക്ക സമയങ്ങളും ഞങ്ങൾക്ക് അവിടെ കിട്ടും, മാന്തൾ മീൻ കിട്ടും കേട്ടോ. എൻ്റെ നാട്ടിലൊക്കെ കിട്ടും. ഇവിടെ പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ഒരു തവണ എങ്ങാണ്ട് എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷെ അത് വലിയ മീനായിരുന്നു. ആ ചെറിയ സൈസ് കിട്ടിയിട്ടില്ലായിരുന്നു എനിക്ക്. അത് വീട്ടിലാകുമ്പോൾ അമ്മ ഒത്തിരി വറുത്ത് വയ്ക്കും. ആ മീൻ ഞാൻ നല്ലപോലെ ഞാൻ കഴിക്കുകയും ചെയ്യും. അമ്മയോട് ഞാൻ രണ്ടാമതും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ചട്ടി കിടക്കുന്ന മൊത്തം എനിക്ക് ഇട്ട് തരും. അങ്ങനെ വെച്ചാൽ ഞാൻ കൂടുതൽ കഴിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് നന്നായിട്ട് അത് രണ്ടാമത് ചോദിക്കുമ്പോഴൊക്കെ തന്നെ അമ്മ എടുത്ത് കോരിയിട്ട് തരും. ഇപ്പോഴും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ മേടിക്കുകയും ചെയ്യും, ഉണ്ടാക്കി തരികയും ചെയ്യും. അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇവിടെ മിസ്സായിപ്പോയി ആ മീനൊക്കെ. ഞാൻ അധികം കണ്ടിട്ടില്ല. ഒരു തവണ ഞാൻ പറഞ്ഞില്ല, ഇനി ഒരു തവണ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് വലുതായിരുന്നു എനിക്ക്, പക്ഷേ ചെറുതായതിൻ്റെ ഇഷ്ടം.